ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം. നമ്മൾ ഈ കാണുന്ന ടാങ്ക വറ്റിക്കാൻ പോണേ. ഇതിൽ ഫിലോപ്പി ഉണ്ട്, പിന്നെ എന്ത് മീനുള്ളത്, കറുവപ്പുണ്ട്. നമ്മളിതാ വറ്റിക്കാൻ പോണേ. പിന്നെ ഒടുക്കത്തെ മഴയാണ്. ഒരു കാടിൻ്റെ നടുക്കാണ് നമ്മൾ ടാങ്ക് വെച്ചേക്കണത്. വീണ്ടും അപ്പോൾ അത് കണഞ്ചേണ്ടപ്പം വീണ്ടും ഒരു മീൻ വളർത്തണ വീഡിയോ ആയിട്ട് വന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യുദ്ധരാശമായിട്ടാണ്, ഈ പ്രാവശ്യം വന്ന മറ്റേ ടാങ്ക് വറ്റിച്ചിട്ടാണ് കണഞ്ചേട്ടൻ്റെ സ്ഥലത്ത് ചവറൊക്കെ വാരിക്കളയാണ്. ആ കാണുന്ന ബാക്കിൽ കാണുന്ന വീട് കണഞ്ഞേണ്ട ഒടുക്കത്തെ ചവറാണ്. അപ്പോൾ അതേ ഓസ് കെട്ടി വെക്കാൻ നമ്മൾ കല്ലിൽ കയറി കെട്ടിയാണ് ആദ്യം. ഇതൊക്കെയാണ് നമ്മൾ ടാങ്കിലോട്ട് ഇടാൻ പോകുന്നത്. ബാക്കാണ ഓസ് നമ്മൾ വെള്ളം പിടിക്കുന്ന ഓസ് തന്നെയാണ്. ഇത് കല്ലിൽ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. എത്ര നാളെ ടാങ്ക് കെട്ടിയിട്ടോടാ? 2 വർഷമായി. പിന്നെ ഇപ്പോഴാണ് വന്നത്. അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടാവില്ല. കല്ല് കെട്ടി അതിൻ്റെ പൈപ്പ് ഇറക്കിയാണ്. ഗായ്സ്, അപ്പോൾ ആ പൈപ്പിൽ നിന്നാണ് നമ്മുടെ വെള്ളം വന്നത്. അപ്പുറത്തെ പൈപ്പിൽ നിന്ന് നല്ല വെള്ളമാണ് വന്നത്. അലക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നതാണത്. ഇതാണ് അലക്കല്ല്. ഇതിൽ ഗപ്പീനെ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വറ്റിത്തീരാൻ സമയം എടുക്കും. കാണുന്ന പാടിൻ്റെ അത്ര ഉണ്ടായിരുന്ന വെള്ളം. അപ്പോൾ വെള്ളം ഏകദേശം ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മീനൊക്കെ ഒലയുടെ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗപ്പീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുള്ള് വറ്റിക്കഴിയുമ്പോൾ ബാക്കി നമ്മൾ കാണിച്ചു തരുന്നതാണ് എന്തൊക്കെ മീനുള്ളതെന്ന്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളെ കണ്ണൻ ചേട്ടൻ ടാങ്കിലോട്ട് ഇറങ്ങാൻ പോണ്. ഗപ്പീനെ പിടിച്ചിടാൻ പോണ്. ടൂറിസ്റ്റ് ഇറങ്ങും. കുളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബക്കറ്റ് ഇടയ്ക്കാണ്. ആദ്യം കുറച്ച് വെള്ളം കോരയാണ്. വെള്ളം കോരിയുണ്ട്. ചവറൊക്കെ മാറ്റാണ്. ഒടുക്കത്തെ മഴയും കാറ്റും. ഏതായാലും കണ്ട നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഏകദേശം പറ്റാറായിട്ടുണ്ട്. മഴ ശക്തമായി കൂടിയിട്ടുണ്ട്. കിട്ടി. മൂന്നാമത്തെ കിട്ടി ഒറ്റക്ക് വരുന്നു. മഴ കൂടിയാരണം കണഞ്ഞേണ്ട കോട്ടയെടുത്തേക്കാണ് ഗായ്സ്. ഒന്നും കൂടിയും കോരാൻ പോണ്. കിട്ടിയാ ഒരു കളറുള്ള കിട്ടി. അതിൻ്റെ പേരെന്താണ്? സാധാ ഗപ്പിയാണ്. 5-6 കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടിയും കോരാൻ പോണ്. ആദ്യമായിട്ടാണ് പിലോപ്പിയുടെയും കല്ലൂറ്റിയുടെയും കൂട്ടത്തിൽ ഗപ്പീനെ ഇട്ടേക്കണത്. ഇത് കുടുങ്ങിയൊക്കെയാണ്. വലയെ കുടുങ്ങിയൊക്കെയാണ്. ഈ കാണുന്ന കാടിൻ്റെ കൂടെയാണ് മഴയും വീണത്. തൊട്ടപ്പുറത്തൊരു ചെറിയൊരു ഇതുണ്ട്, വെള്ളം വീണ സ്ഥലം, പാറ. ഒടുക്കത്തെ മഴയാണ്. വീണ്ടും ഗപ്പിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്നറിയാൻ. വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് വീണ്ടും മഴ വന്നത്. ചപ്പും ചവറൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റും. ആ ചാക്കിൻ്റെ ഇടയിൽ എന്നിട്ട് അമ്പലമല്ലേ കാണിച്ചേ? ചാക്കിൻ്റെ ഇടയിൽ ചെറിയ അമ്പലുണ്ട്. ആമ്പലി. ഒടുക്കത്തെ മഴയാണ് ഗായ്സ്. അപ്പോൾ അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മീനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം ചാടിപ്പോയി. ഭയങ്കര മഴയും. അത്ര കിട്ടിയിട്ടുണ്ട്.
ചെറിയ ചാടിപ്പോയി അതേ ദൂരി തന്നെ ചെറുതായ കാരണം ഓലെല്ലാം തപ്പി വയ്ക്കേ ഒരു ഇതിനെ കിട്ടുമോ നോക്കട്ടെ. ഓലെല്ലാം തപ്പി വയ്ക്കിയത് ഇതിൻ്റെ അടിയിലെ മീനൊക്കെ കൂടുതൽ നിൽക്കണം. ഓലയിട്ട് വെട്ടി കൊടുത്തതാണ്. തപ്പിക്കൊണ്ടേക്കാണ് വീണ്ടും. ഇപ്പം ഇങ്ങാട് മാറിയിട്ടുണ്ട്. ഓലയുടെ ഉള്ളിലാണ് മീനൊക്കെ ചാടാൻ പോണത്. ശ്രദ്ധിച്ചു നോക്കിയോ. ആദ്യം ബ്രാല അടിപ്പോയത്. ഒരു വലിയതിനെ ഇറങ്ങിയിട്ടിരിക്കുന്നു. സൈസ് അത് ചാടിപ്പോയി. ആ വിലപ്പിൻ ചാടിപ്പോയി. വേറെ എന്തേ മീൻ ചത്തേറണ്ടീന്. വേറെ തപ്പിക്കൊണ്ടിരിക്കണ വീണ്ടും. കിട്ടിയ ബ്രേല കിട്ടിയ ബ്രേല പിടിച്ച ചാക്കിൻ്റെ സൈഡിലുണ്ടാവും. വെള്ളം ഏകദേശം കലക്കിയിട്ടുണ്ട് വെള്ളം. പിന്നെ ആ ചാക്കിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല വല്ല ബ്രേല എന്തെങ്കിലും നോക്കി തിരിച്ചങ്ങാട് തന്നെ പോയിട്ടുണ്ട്. ചെറിയൊരു ഫിലോപ്പിനെ കിട്ടിയിട്ടുണ്ട്. ചെറുത് ഇതിൻ്റെ വലിയതുണ്ടാ? ചെറുതുണ്ട്. ആ വലിയതിനൊന്ന് കാണിച്ചാൽ പിടിച്ച്. നമുക്ക് മീനെ കിട്ടിയില്ല. ലാസ്റ്റ് കൊട്ട വെച്ചിട്ടുണ്ട് കണ്ണൻ ചേട്ടൻ. കൊട്ട വെച്ച് സൈഡിൽ നിന്ന് അടിക്കാൻ നോക്കണം. അതും വേണ്ട, കൈ വെച്ച് പിടിച്ചോളാന്നാണ് പുള്ളി പറയണത്. വലിയതിനെ പിടിച്ചടങ്ങോളെന്നാണ് പറയണത്. കുറേ പ്രാവശ്യം കയ്യിൽ നിന്ന് പോയല്ലോ. ഒരു ചെറുതിനെ കിട്ടി. ചെറിയൊരു ഇതിനെ കിട്ടിയിട്ടുണ്ട്. ഫിലോപ്പി ഗപ്പിയുടെ കൂടെ കിടക്കണത്. ഈ ടാങ്കിൽ നിന്ന് പിടിച്ചിട്ടാണ് ഗപ്പിയും ഫിലോപ്പി. ഈ ഒരെണ്ണം ചാടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തരം പിടിച്ചത് നമ്മൾ ബക്കറ്റിലേക്ക് കൂട്ടണമെന്നാണ് ബ്രാലുണ്ടെന്ന് പറഞ്ഞത്. മടൽ മാറ്റാണ്. തണലിന് വേണ്ടി വെട്ടിയിട്ടത് വേനൽക്കാലത്ത്. അപ്പോൾ അത് സൈഡിലോട്ട് മാറ്റിയാണ് ഓലമണ്ടൽ. പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഓലമണ്ടൽ. ഇനി വെള്ളമൊന്നും കലക്കുകയാണ്. പിന്നെ മീനൊന്നും പിടിക്കുകയാണ്. ചപ്പ് ചവറൊക്കെ കളയാണ്. ചെറിയ മറ്റേ ഇത് മീൻ പോയി. ബ്രാല് വീണ്ടും പറ്റിച്ച്. മഴയത്തൊരു മീനെ പിടിക്കുന്നത് നമുക്കൊരു ഹരം തന്നെയാണ്. ചവറ് മൊത്തം കലക്കയാണ് പുതിയ വെള്ളം കയറ്റാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ കുളത്തിലെ ഫുൾ വെള്ളം വറ്റി കഴിഞ്ഞിരിക്കുന്നു. ദേ അവിടെ ഒരു ഫിലോപ്പി ഉണ്ട്. പിന്നെ അവിടെ രണ്ടെണ്ണം ഉണ്ട്. കുറച്ചൊക്കെ ഇവിടെ ഉണ്ട് മൊത്തം. വെള്ളം വറ്റിയാക്കാണ്. മീനെ പിടിച്ചുകൊണ്ടേക്കാണ്. അടിയിലോട്ട് ഫിലോപ്പിയായി കയറിപ്പോയിട്ടുണ്ട്. ഒരേ മീനെ പിടിച്ച് അതിലോട്ടാക്കും. ആ മറ്റേതിലോട്ടാക്കാം. ചവറ് വെച്ചേക്കണ അതിനൊരു ബ്രാല് കല്ലുരുട്ടി എല്ലാത്തിനും പിടിച്ചുകൊണ്ടിരിക്കണം. ആ കല്ലുരുട്ടി വലിയ കല്ലുരുട്ടിൻ്റെ ഏറ്റവും വലിയത്.
തിരിച്ചു വിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിടുത്തം തുടങ്ങിയിട്ടുണ്ട്, മീനപ്പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ശരിക്കും പറ്റിയിട്ടുണ്ട്. ആദ്യം പിടിച്ചിട്ട് ബ്രാലയാണ്, കൊട്ടയുള്ളി അത്യാവശ്യം സൈസ് ഉണ്ട്. പിന്നെ അടുത്ത എന്നിട്ടത് ഫിലോപ്പിയാണോ? കല്ലുരുട്ടീനെ കിട്ടിയിട്ടുണ്ട് അടുത്തത്. അടുത്തതിനെ പിടിക്കാൻ പോണം. ഫിലോപ്പി ഫിലോപ്പി തിരിച്ചാടി സൈഡിൽ കയറിയുണ്ട്. കല്ലിൻ്റെ ഇടയിൽ അടുത്ത് അടുത്തൊരു വലിയൊരു കല്ല് കളിച്ചു. വരാൻ ഒരു ബ്രാലെവിടെയും കാണാണ്ടെന്നാ പറഞ്ഞത്. ആ ഓടിൻ്റെ അവിടെ നോക്കി, ആ കല്ലൊക്കെ ഒന്ന് വെക്കി നോക്കി. എന്നിട്ടത് ഫിലോപ്പിയാണ് പോകുന്നത്. ഇത് അവിടെ ബാക്കിൽ ബ്രാലി ഇത് അത് തന്നെ ആ ചില ഇപ്പോൾ തിങ്ങിയുണ്ട് അവിടെ തന്നെ. കിട്ടിയില്ല അത്. അടുത്തൊരു ഫിലോപ്പി. കല്ലുരുട്ടി ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. കല്ലുരുട്ടി ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടില് രണ്ട് കല്ല് ബ്രാലെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെളിയിലുണ്ട് ഒരു ബ്രാലും കൂടി കാണാണ്ടെന്നാ പറഞ്ഞു. ബ്രാല കാണാണ്ട് അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയാ ബ്രാല? ഈ ഇലയുടെ ഇടയിലുണ്ടാ നോക്കി, ഈ കുട്ടിയെ ചവറിൻ്റെ ഇടയിലുണ്ടാ നോക്കി. ആ ബ്രാല ഒരെണ്ണത്തിനെ കാണില്ല, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രാല കൂടി കാണാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി നമുക്ക് ചവറിൻ്റെ ഉള്ളിൽ നിന്ന്. കൊട്ടൊന്ന് കാണിച്ചാൽ എത്ര മീനുണ്ടെന്ന് അടുപ്പിച്ച് കാണിച്ചേ. ഇത്രയും മീനുണ്ട് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. ഫിലോപ്പി ഉണ്ട്, കല്ലുരുട്ടി ഉണ്ട്, ബ്രാലുണ്ട്. എല്ലാത്തിനും വീണ്ടും റിലീസ് ചെയ്തു. ബ്രാലൊക്കെ ഉറപ്പിച്ചൊക്കെ എന്തുപറ്റി ബ്രാല് വേജാടിപ്പോയി കഴിച്ചിട്ട്. മറ്റേതും കൂടി എടുത്തേ, സൈഡിലോട്ട് എടുത്തിട്ടുണ്ട്.
ദേവണ അതന്നെ അതിൻ്റെ ഇടയിൽ അപ്പോൾ അതെ ഇതാണ് 2 വരാല് പോയി വലിയത് ചാടിപ്പോയി. ഇത് നന്നായിട്ട് കാരണം ചെളി കിടന്ന് ആക്റ്റീവാണ്.